പിണറായി വിജയൻ വീണ്ടും ഭരണത്തിൽ വരാൻ ഇനി പല ഗിമിക്കുകളും കാണിക്കുമെന്ന് മുൻ കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പിണറായിക്ക് മാത്രമാണ് ബോധ്യമാകാത്തത്. എല്ലാ ബാധ്യതയും അടുത്ത സർക്കാരിന്റെ തലയിലിടാനാണ് നോക്കുന്നത്. വലിയ പ്രതിസന്ധിയാണ് അടുത്ത സർക്കാരിനെ കാത്തിരിക്കുന്നതെന്ന് മുല്ലപ്പള്ളി പറഞ്ഞു. KSSPA കണ്ണൂർ ജില്ലാ വാർഷിക കൗൺസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പാഠം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ CPMന് ഭരണമാറ്റം ഉണ്ടാകുമെന്ന ബോധ്യം ഉണ്ടാകുമായിരുന്നുവെന്ന് മുൻ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. 10 വർഷം ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയാണ് സംസ്ഥാനത്തുണ്ടായത്. സമസ്ത മേഖലയിലും കേരളം പിന്നോക്കം പോയി. EMS ഭരണകാലം മുതൽ സെൽ ഭരണമാണ് ഇടതുഭരണത്തിൽ നാം കണ്ടത്. വിമോചന സമരം അങ്ങനെയാണ് ഉണ്ടായത്. ആ സർക്കാരിനെ അന്ന് സമരത്തിലൂടെ പുറത്താക്കാൻ കഴിഞ്ഞു. EMS ഭരണകാലത്തേക്കാൾ നിഷേധ തരംഗം പിണറായി വിജയൻ സർക്കാരിനെതിരെയുണ്ട്. മുടിയനായ പുത്രനും അവരുടെ പാർശ്വവർത്തികളായ കുറെ മന്ത്രിമാരുമാണ് കേരളം ഭരിക്കുന്നതെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഒരു നിഷേധ തരംഗം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങോളം ആഞ്ഞ് അടിക്കുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. കേരളത്തെ മുച്ചൂട് മുടിച്ച് ഒരു മുടിയനായ പുത്രനായും അതുപോലെ ഒരു കൂട്ടം മന്ത്രിമാരും അവരുടെ പാർശ്വവർത്തികളും അവരാണ് മുന്നോട്ട് വന്നത്. അവർക്ക് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നേരം പുറന്നിട്ടില്ല, കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ല. ഇതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ അവസ്ഥ. ഈ കപ്പൽ മുങ്ങില്ല സാർ എന്ന് പറഞ്ഞവരെയൊന്നും ഇപ്പോൾ കാണാനില്ല. അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം വന്നാൽ എല്ലാവരും അകത്താകുമെന്ന ഭയം അവർക്കുണ്ട്. പിണറായി വിജയൻ അധികാരത്തിൽ തുടരാൻ ചില ഗിമ്മിക്കുകൾ കാണിക്കുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ഗിമ്മിക്കുകൾ വരാൻ സാധ്യതയുണ്ടെന്നും മുല്ലപ്പള്ളി വ്യക്തമാക്കി. അധികാരത്തിൽ തുടരാൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് പിണറായി വിജയൻ, ചില ഗിമ്മിക്കുകളൊക്കെ, ചില പൊടിക്കൈകൾ, ചില വിദ്യകൾ, ചില സൂത്രം ഈ അവസാന ഘട്ടത്തിൽ പ്രയോഗിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഇന്നത്തെ ഈ ഭയാനകമായ പ്രതിസന്ധിയിൽ രക്ഷപ്പെടാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ചപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു വലിയ വിഭാഗം പറയുന്നത് അവസാനം നമുക്ക് ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കണം. കാരണം 2024 ജൂലൈയിലാണ് ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കേണ്ടത്. ജീവനക്കാരും അതുപോലെ പെൻഷൻകാരും എല്ലാവരും അസ്വസ്ഥരാണ്. ആ ഒരു വലിയ വിഭാഗം നമുക്കറിയാൻ തിരിഞ്ഞാൽ, അവരും പല കുടുംബങ്ങളും തിരിഞ്ഞാൽ നമ്മൾ വീണ്ടും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗിമ്മിക്ക് നടത്തണമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ചില ഗിമ്മിക്കുകളൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. LDF വരില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അടുത്ത സർക്കാരിന്റെ തലയിൽ എല്ലാം കെട്ടിവെക്കുക എന്ന ചിന്തയിലാണ് ഇപ്പോൾ പിണറായി സർക്കാർ ഉള്ളത്. വരാൻ പോകുന്ന സർക്കാരിന് പ്രവർത്തനം ദുഷ്കരമായിരിക്കുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. CPMും BJPയും അന്തർധാരയുള്ളതിനാലാണ് ED കേരളത്തിലേക്ക് വരാത്തതെന്നും മുല്ലപ്പള്ളി കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്നും കേരളമാണ് BJPയുടെ അടുത്ത ലക്ഷ്യമെന്നും അതിന് പാലമായി പ്രവർത്തിക്കുന്നത് പിണറായി വിജയനാണെന്നും മുല്ലപ്പള്ളി ആരോപിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ വാർഷിക കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി. KSSPA ജില്ലാ പ്രസിഡന്റ് K മോഹനൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ TV ഗംഗാധരൻ, PC വർഗീസ്, T വിനയദാസ്, സംസ്ഥാന സെക്രട്ടറിമാരായ K രാമകൃഷ്ണൻ, രവീന്ദ്രൻ കൊയ്യാടൻ, വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ NV രമണി, ജില്ലാ സെക്രട്ടറി P സുഖദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.